ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നുണ്ട് എല്ലാവരുടെയും വിശേഷം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേഗം പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. ഇനി നമുക്ക് ക്വിക്കായിട്ടൊരു സ്കിൻ കെയർ ചെയ്യാം. കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇതൊരു ഹിമാലയയുടെ മോയ്സ്ചറൈസർ, ഇത് അലോവേര ജെല്ലാണ് കേട്ടോ. അത് കയ്യിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിലൊരു കൂളിംഗ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ എടുത്തിട്ട് ഫേസിലിട്ടു. പ്രൊഡക്ട്സ് ആവശ്യമുള്ളവർക്ക് ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് വയ്ക്കാൻ മതി. കാര്യമായിട്ടൊന്നും ചെയ്യണില്ല. പിന്നെ ലിപ് ബാം അപ്ലൈ ചെയ്തു. ലിപ്പൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് തോന്നും. അവിടെ പോയിട്ട് പണി കഴിഞ്ഞ് വന്ന് ഇവിടെ ഒരു ലോഡ് പണി ഉണ്ടാകും, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഡ്രൈ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ണിനടിയിൽ ഫൈൻ ലൈൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പ്രൊഡക്റ്റിന് ലിങ്ക് കിട്ടുകയാണെങ്കിൽ താഴെ കൊടുക്കാം. പിന്നെ ഈ ഒരു അൺട്രാം റോൾ ഓൺ കെമിസ്റ്റേറ്റ് പ്ലേയുടെ ആണ്, അത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പിഗ്മെൻറ്റേഷൻ റോൾ ഓൺ റീസെൻ്റ്ലി ഇതും ഞാൻ കണ്ടിന്യൂസ്ലി ഇങ്ങനെ യൂസ് ചെയ്ത് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം ചടുപിടുന്നതിന് നമ്മുടെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളിലോട്ട് കടക്കാം. നമ്മളിന്നുണ്ടല്ലോ 3 പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ പേപ്പർ കട്ടറാണ് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടില്ലേ, ഫ്ലവർ ഷേപ്പിൽ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്തു. പിന്നെ ഈ നെയിൽ പോളിഷ് റിമൂവറാണ്, എൻ്റെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര എന്താ പറയുക, നല്ലതാണ്, പെട്ടെന്ന് റിമൂവ് ആകും, നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ട്. 2, 4, 6 എണ്ണം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പാക്കേജിങ് വന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ അൺട്രാം റോൾ ഓൺസ് തന്നെയാണ് കേട്ടോ. അത് കാമസിയുടെയാണ്. അപ്പോൾ അത്രയാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാനുണ്ടായിരുന്നത്. എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഇതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കാണ്ട്. ഇങ്ങനത്തെ വല്ല പാഴ്സലുകൾ കാര്യങ്ങളൊക്കെ വന്നാൽ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കേട്ടോ തുറന്ന് നോക്കാനായിട്ട്. പിന്നെ ഇതേ നമ്മൾ പോരുന്ന വഴിക്ക് കുറേ അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഗ്രോസറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി വരാറുള്ളത്. അപ്പോൾ ഈ സൺലൈറ്റിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ, ഇത് ഡിറ്റർജൻറ്റ് പൗഡറാണ്. അത് പൊട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഇഞ്ചിയിലെ ഈ മണ്ണും സാധനങ്ങളൊക്കെ അതുമയായിട്ട് കലങ്കോലായി കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പേപ്പറൊക്കെ കൊണ്ട് കളഞ്ഞു. ബാക്കി നമ്മൾ വാങ്ങിയത് ഈ ഐറ്റംസൊക്കെയാണ്. നെല്ലിക്ക നമ്മൾ വാങ്ങിയിട്ടോ. ഇപ്പോൾ ഡെയിലി നമ്മൾ നെല്ലിക്ക ജ്യൂസ് അടിച്ചു കുടിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബൂസ്റ്റിൻ്റെ ഈ മാലയാണ് കേട്ടോ ഞാൻ വാങ്ങാറുള്ളത്. അതാണ് കൂടുതൽ ലാഭം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ ചുവന്നുള്ളി വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലേക്കുള്ള റീസ്റ്റോക്ക് ചെയ്യേണ്ട ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ അതത് സ്ഥലങ്ങളിൽ കൊണ്ട് വയ്ക്കണം, സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറേജ് ബോക്സാണ് കേട്ടോ ഇത്. ഈ ഒരു ജൂട്ടിൻ്റെ ഈ ഒരു ബാസ്ക്കറ്റ്, ഞാൻ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ പൊട്ടിക്കാത്ത ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇതിലിട്ടിട്ടാണ് കേട്ടോ അങ്ങനെയാണ് സ്റ്റോർ ചെയ്യണത്. ആദ്യം പ്ലാസ്റ്റിക് ബാസ്ക്കറ്റുകളായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ടേബിളിന് മുകളിൽ. അതെന്തോ ഒരു അഭംഗി തോന്നിയപ്പോൾ ഞാൻ മാറ്റിയതാണ് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കണം. ഞാനെല്ലാം കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുളിക്കാൻ പോണതിന് മുന്നേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികളല്ലേ ചെയ്യണ്ടു. അപ്പോൾ മസാലയൊക്കെ പുരട്ടി ചൂടാക്കിയിട്ടാണ് കേട്ടോ. മസാല ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട്, മുളക് ചീന്തിയിട്ടിട്ടുണ്ട്, അതിലൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നോർമലായിട്ടുള്ള നമ്മൾ സാധാരണ നാടൻ ചിക്കൻ കറി വെക്കില്ലേ, ആ ഒരു വെപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ സവാളയൊക്കെ നല്ലപോലെ നുറുക്കി. അപ്പോഴാണ് ഞാൻ ഓർത്തത് എണ്ണ തീർന്നിരിക്കുകയാണ്, നമ്മൾ എണ്ണയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പാക്കറ്റ് പൊട്ടിച്ച് ഒഴിച്ചു കേട്ടോ. നമ്മൾ സാധാരണ ഈ ഒരു ബ്രാൻഡിലല്ല വാങ്ങാറ്, പക്ഷെ നമുക്ക് ഇതേ കിട്ടിയുള്ളൂ. പിന്നെ എണ്ണയ്ക്കൊക്കെ ഇപ്പോൾ നല്ല വിലയാണല്ലോ, അതുകൊണ്ട് അറിഞ്ഞ് കണ്ടൊക്കെയാണ് ഉപയോഗിക്കണത്. കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ സവാളയൊക്കെ വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നുമില്ല. ഒരു ചിക്കൻ കറി വെക്കുന്നുണ്ട്, വേറെ ചോറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ റെഡിയാണ്. തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. വന്ന വഴിക്ക് തന്നെ ഇറക്കി വെച്ചില്ലെങ്കിൽ സംഭവം നമുക്ക് വെന്ത് കിട്ടില്ല കേട്ടോ, കുറച്ച് വേവുള്ള അരി ആയതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. സവാളയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ സവാള വേഗം വാടി കിട്ടുന്നതാണ് കേട്ടോ പറയണത്. ഇനി അടുത്ത ടാസ്ക് നമുക്ക് നാളികേരം പൊട്ടിക്കലാണ്. ഞാൻ നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ട് ചിക്കൻ കറി വെക്കാനാണ് പ്ലാൻ. നമ്മൾ നാടൻ രീതിയാണല്ലോ ഉദ്ദേശിക്കുന്നത്. എൻ്റെ അമ്മ പണ്ട് മുതലേ വെക്കുന്നതാണ്, അത് കണ്ട് ഞാൻ പഠിച്ചതാണ് കേട്ടോ. ഇങ്ങനെ നാളികേരം പൊട്ടിച്ച് കഴിഞ്ഞാൽ നാളികേര വെള്ളം അമ്മിക്കുട്ടിക്കുള്ളതാണ്. ആളെവിടെ ഉണ്ട്, സ്കൂളൊക്കെ വിട്ട് വന്ന് ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ ആൾക്ക് വലിയ താല്പര്യമില്ല, പിന്നെ TV കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും നല്ലോണം വാടി വരട്ടെ. അപ്പോൾ നമുക്ക് കൂട്ടി വെച്ചിട്ടുള്ള ചിക്കനിൽ ഇപ്പോൾ നല്ല പോലെ ഉപ്പും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. കുറേ നേരമായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അതിനുശേഷം എന്താ നമ്മുടെ സ്ഥിരം ഏർപ്പാട് പാത്രം കഴുകി വെള്ളമൊഴിക്കൽ. ഇതിൽ പാത്രത്തിൽ നല്ലോണം മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് 1-2 തവണ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് വെള്ളത്തിൽ ഇങ്ങനെ ചുറ്റിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നാളികേരപ്പാൽ റെഡിയാക്കണം. അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്ത നാളികേരം ഉണ്ടല്ലോ, അതൊരു മുറി നമ്മൾ ചെരുക്കുന്നുണ്ട് കേട്ടോ. ഒരു മുറി കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നില്ല, പകുതി നാളത്തേക്ക് എന്തെങ്കിലും കറിയോ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ നേരത്തെ കൂട്ടി ഇങ്ങനെ ചെരുക്കി വെക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒരു തേങ്ങ കംപ്ലീറ്റ് ചെരുക്കി എടുക്കും, എന്നിട്ട് ബോക്സിലാക്കിയിട്ട് വെക്കും, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. ആവശ്യമുള്ളപ്പോൾ കുറച്ചേശ്ശെ ആയിട്ട് എടുക്കാറാണ് പതിവ് കേട്ടോ. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെരുക്കാനായിട്ട് ഇരിക്കാൻ തീരെ താല്പര്യമില്ല, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ചെരുക്കി എടുത്തതിൽ നിന്ന് പകുതി ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തമായിട്ട് എടുത്താലും നല്ലതാണ്, ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ നാളികേരപ്പാൽ പിഴിഞ്ഞ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ അരച്ചെടുത്ത പാല് ഇതിലേക്ക് നേരിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യാണ് കേട്ടോ ചെയ്യാൽ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. കറിയുടെ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കേ വേണ്ടൂ. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. എനിക്കിടയ്ക്കുണ്ടല്ലോ ഇവറ്റങ്ങളെ കാണുമ്പോൾ അയ്യോ വിശക്കുന്നുണ്ടല്ലോ ഒന്നും കരുതിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്ന വഴിക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കണുള്ളൂ. കുറേ ആയിക്കഴിഞ്ഞാൽ ഇവറ്റങ്ങൾ ചത്തുപോകുമെന്ന് പറയണവരുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സെൽഫ് കെയർ ആവാമല്ലേ. ഇപ്പോൾ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് കുറേ ടൈമുണ്ട്. അപ്പോൾ ഞാൻ കരുതി കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന്, മെനയാക്കാമെന്ന്. ആകെ നഖമൊക്കെ വളർന്ന് വൃത്തികേടായിട്ടിരിക്കുകയാണ് കേട്ടോ. നെയിൽസ് കട്ട് ചെയ്യാനായിട്ട് എനിക്ക് നെയിൽ കട്ടറിനേക്കാൾ കൂടുതൽ ഇഷ്ടം ബ്ലേഡാണ് കേട്ടോ. ഞാൻ ബ്ലേഡ് വെച്ചിട്ടാണ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എനിക്ക് പണ്ട് മുതലേ ഉള്ള ശീലമാണ്. നെയിൽ കട്ടർ വെച്ച് ചെയ്താലൊന്നും എനിക്ക് ശരിയാകാറില്ല കേട്ടോ. പിന്നെ നമ്മളിത് നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്ന വൈപ്സ് ഉണ്ടല്ലോ, റിമൂവർ വൈപ്സ്, അത് വെച്ചിട്ട് നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തൊന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കുകയാണ്. വൈറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയിൽ പോളിഷായിട്ട് യൂസ് ചെയ്യാനായിട്ട്. കുറേ കളേഴ്സ് ഉണ്ട് അതിൽ. വൈറ്റിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. ഞാൻ അവസാനം കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കോട്ടേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ എന്താ പറയുക, ക്വാളിറ്റി എങ്ങനെ ഇടുന്ന് നോക്കട്ടെ കേട്ടോ. ഒരു കോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഉണങ്ങുകയാണെങ്കിൽ നെക്സ്റ്റ് കോട്ട് ഇട്ട് കൊടുക്കാം. ചിലത് പോരാണ്ട് വരാറുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ഭയങ്കര ഒട്ടിപ്പിടിക്കണ പോലെ തന്നെ നെയിൽ പോളിഷൊക്കെ ഉണ്ടാകാറുണ്ട്. എത്ര നേരം വെച്ചാലും ഉണങ്ങാത്ത ടൈപ്പൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള വൈറ്റിൻ്റെ വെറൈറ്റികളാണ്. വെറൈറ്റി ഷെയ്ഡ്സ് വൈറ്റാണ് കേട്ടോ. ആമിക്കുട്ടി ഇതേ നല്ല ഉറക്കമായിട്ടുണ്ട്. ഞങ്ങളൊരു മൂവി വെച്ചിരിക്കുകയാണ് കേട്ടോ, ഞാനും ചേട്ടനും. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.